കാടിനുള്ളിൽ കണ്ട ആ മരപ്പാവയെ ഷമീർ ഒന്ന് പതുക്കി തൊട്ടു. എന്നാൽ അതിനെ തൊടാനുണ്ടായ കാരണം ഷമീർ കരുതി അതൊരു സാധാരണ പാവയാണെന്ന്. എന്നാൽ ആ കാടിനുള്ളിൽ നിന്നും ആ പാവയെ തൊട്ട സമയം മുതൽ പിന്നീട് തിരിച്ചവൻ വീട്ടിലെത്തിയതിനു ശേഷമുള്ള ആ 3 രാത്രി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളൊന്നും അവൻ ഒരിക്കലും മറക്കില്ല എന്ന് തന്നെയാണ് അവൻ തീർത്തും പറയുന്നത്. അവിടെ ആ കാടിനുള്ളിലേക്ക് അവരൊരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോയതിനു ശേഷം അവിടെ കണ്ട ആ മരപ്പാവയെ തൊട്ടതിനു ശേഷം അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മുഴുവൻ കഥയും നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ഫൈസ്. ഞാൻ നിങ്ങളെ മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ഷമീർ, യാസീൻ, ഷെഫീഖ് എന്ന് പറഞ്ഞ 3 സുഹൃത്തുക്കൾ. അവർ വളരെ നാളായിട്ട് പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു കാടിൻ്റെ അതിർത്തിയിലുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട്. ആ വെള്ളച്ചാട്ടം എന്നത് ഒരു ഹിഡൻ വാട്ടർഫോൾ ആയിരുന്നു. അത് ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ അത്ര ഫേമസ് ആയിട്ടുള്ള ഭാഗങ്ങളിലോ ഒന്നും തന്നെ ആർക്കും അറിയില്ല. അത് സുഹൃത്തുക്കൾക്കിടയിൽ കണ്ടെത്തിയ ഒരു ഹിഡൻ വാട്ടർഫോൾ ആയിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക് ഒരു വല്ലാത്ത പ്രത്യേകതയുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുപോലെയുള്ള ഹിഡൻ വാട്ടർഫോള്, അതുപോലെ എന്തെങ്കിലും നീരരുവികൾ, അങ്ങനെയുള്ള ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടുകൾ കണ്ടുപിടിക്കുക, അവിടെ എക്സ്പ്ലോർ ചെയ്യുക, അത് ഇൻസ്റ്റഗ്രാം, യൂട്യൂബിലൊക്കെ വളരെ വൈറലായിട്ടുള്ള റീലുകളായിട്ട് പോസ്റ്റ് ചെയ്യുക എന്നുള്ള ഈ ഒരു കാര്യം. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു ഷമീറും തൻ്റെ സുഹൃത്തുക്കളും. അങ്ങനെയാണ് വളരെ നാളായിട്ട് ഈ കാടിന് അതിർത്തിയിലുള്ള ഈ വാട്ടർഫോള് കാണാൻ വേണ്ടിയിട്ട് അവർ പോവണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ വളരെ വൈകാതെ തന്നെ അങ്ങനെ ഒരു ദിവസം അവർക്ക് 3 പേർക്കും കൂടി ചേരുവാനും സാധിച്ചു. അങ്ങനെയാണ് അവർ വളരെ നേരത്തെ തന്നെ, രാവിലെ വളരെ പുലർച്ചെ തന്നെ അവർ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. 3-4 മണിക്കൂറുകൾക്ക് ശേഷം കാടിന് അതിർത്തിയിലുള്ള ആ ഭാഗത്തേക്ക് എത്തി. എന്നാൽ അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 5-6 കിലോമീറ്ററുകളോളം കാടിനുള്ളിലേക്ക് നടക്കണമായിരുന്നു. അങ്ങനെ ആ ഭാഗത്തേക്ക് ബൈക്കോ അല്ലെങ്കിൽ മറ്റൊരു വാഹനമോ പോവാറുണ്ടായിരുന്നില്ല. അതൊരു ഓഫ് റോഡ് ടൈപ്പ് ആയിട്ടുള്ള റോഡായിരുന്നു. അതുകൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെക്ക് പോസ്റ്റിനടുത്ത് അവർ ബൈക്കൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം അവർ 3 പേരും ആ ഹിഡൻ വാട്ടർഫോളിനെ തിരഞ്ഞ് ഉള്ളിലേക്ക് നടക്കാനായി തുടങ്ങി. അവർ ആ ബൈക്ക് പാർക്ക് ചെയ്യുന്ന ആ സമയത്ത് അവിടെയൊക്കെ അത്യാവശ്യം നേരം വെളുത്തിരുന്നു. എന്നാൽ കാടിനുള്ളിലേക്ക് പോകുന്തോറും കാടിനുള്ളിലേക്ക് സൂര്യൻ്റെ പ്രകാശം വരാൻ അല്പം മടിക്കുന്നത് പോലെ. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ യാസീൻ ഷെഫീഖിനോടും അതുപോലെ ഷമീറിനോടും പറയുന്നുണ്ടായിരുന്നു, ഈ കാടെന്താണ് ഇത്ര സമയമായിട്ടും സൂര്യപ്രകാശമൊന്നും എത്താത്തത്? ഇവിടെ എന്തെങ്കിലും വിചിത്രമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ പല വന്യമൃഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടാകുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയിരുന്നത്. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവരെല്ലാവരും പറഞ്ഞു, നീ ഈ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കരുത്. ഈ കാടിനുള്ളിലൊന്നും വന്യമൃഗങ്ങളോ മറ്റ് പ്രേതമോ പിശാചുക്കളോ ഒന്നും തന്നെയില്ല. നിനക്ക് വാട്ടർഫോൾ കാണണമെങ്കിൽ എൻ്റെ കൂടെ പോര് എന്ന് പറഞ്ഞ് ഷമീർ മുന്നേ നടന്നു. അതിൻ്റെ പുറകെയായിട്ട് ഷെഫീഖും യാസീനും മുന്നോട്ട് നടന്നു. അങ്ങനെ ഏകദേശം കാടിൻ്റെ മധ്യത്തിലെത്തുന്ന സമയത്താണ് രാത്രി സമയങ്ങളിൽ കാടിനുള്ളിൽ നിന്ന് കരയുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. അതുകൂടി കേൾക്കുന്ന സമയത്ത് അവർക്ക് അത്യാവശ്യം ഉള്ളിൽ എവിടേക്കോ ഭയം തോന്നി. കാരണം ഇത്രയൊക്കെ നേരം വെളുത്തിട്ടും ഈ കാടിപ്പോഴും രാത്രിയുടെ പോലെ തന്നെയാണല്ലോ എന്ന ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. അങ്ങനെ ഏകദേശം ഈ വെള്ളച്ചാട്ടത്തിന്റെ കുറച്ചടുത്തെത്താറായപ്പോൾ ആ വെള്ളം ചാടുന്നതിന്റെ ആ ഇരമ്പലായിട്ടുള്ള ശബ്ദം അവർക്ക് കേട്ടുകൊണ്ടേയിരുന്നു. ഇവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴികളൊന്നും കൃത്യമായിട്ട് അറിയുമായിരുന്നില്ല. എന്നാൽ അവർ ആ ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് അങ്ങോട്ട് ആ വെള്ളം ചാടുന്നതിന്റെ ശബ്ദം വെച്ചിട്ടായിരുന്നു. അങ്ങനെ അവർ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയി. അങ്ങനെയാണ് പെട്ടെന്ന് അവർ ഒരു വലിയ പാറക്കെട്ടിനിടയിലെ ആ കരിങ്കല്ലൻ വെള്ളച്ചാട്ടം കാണുന്നത്. അത് മൊത്തത്തിൽ ഒരു പാറ കൊണ്ട് നിർമ്മിതമാക്കപ്പെട്ട വെള്ളച്ചാട്ടമായിരുന്നു. എന്നാൽ അതൊരു മനുഷ്യനിർമ്മിതിയായിരുന്നില്ല, പ്രകൃതിയുടെ സൃഷ്ടി തന്നെ ആയിരുന്നു ആ കരിങ്കല്ലൻ
വെള്ളച്ചാട്ടം. അങ്ങനെ ആ വെള്ളച്ചാട്ടം കണ്ടത് മുതൽ അവർക്ക് വല്ലാത്ത തരത്തിൽ സന്തോഷം തോന്നി. അവിടെ ഫോട്ടോ എടുക്കാനും അതുപോലെ ചില വീഡിയോസ് എടുക്കാനും ഒക്കെ അവർ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങോട്ടേക്ക് എത്തിയത് മുതൽ തന്നെ യാസീന് ചുറ്റും എന്തൊക്കെയോ ദുരൂഹമായിട്ട് നടക്കുന്നത് പോലെ തോന്നി. ഈ ഒരു സ്ഥലം നമുക്ക് വരാൻ പാടില്ലാത്ത ഒരു സ്ഥലമായിരുന്നു എന്ന് മനസ്സിൽ നിന്ന് ആരോ അവനോട് പറയുന്നത് പോലെ. ആ സമയത്ത് ഷമീറിനോടാണ് ആദ്യം യാസീൻ പറഞ്ഞത്, ഷമീർ, നമുക്കിവിടെ അധിക സമയം നിൽക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. നിനക്ക് ആവശ്യമായ ചില ഫോട്ടോകളും വീഡിയോസും എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഉറക്കെ ഷമീർ ചിരിച്ചുകൊണ്ട് ഷെഫീഖിനോട് പറഞ്ഞു, ഷെഫീഖ്, കേട്ടു നോക്ക്, യാസീൻ പറയുന്നത് ഇത്രയും ദൂരം വളരെ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണമെന്നാണ് യാസീൻ പറയുന്നത്. യാസീന് ഇവിടെ പ്രേതവും ഭൂതവും ഉണ്ട് എന്നൊക്കെയാണ് അവൻ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഉറക്കെ ചിരിച്ചു. എന്നാൽ യാസീന് ഒരിക്കലും ആ ചിരിയിൽ പങ്കുചേരാൻ സാധിച്ചില്ല. കാരണം യാസീന്റെ ഫാമിലി എന്നത് വളരെ റിലീജിയസ് ആയിട്ട് ദൈവത്തിനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം അവന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ അത്തരത്തിലുള്ള ഏലസുകളും അവൻ ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നത്. കാരണം ഈ ലോകത്ത് 3 ടൈപ്പ് ജനങ്ങളാണുള്ളത്. ഒന്ന്, ഇത്തരത്തിലുള്ള അമാനുഷികമായിട്ടുള്ള സംഭവങ്ങളെ കാണാൻ സാധിക്കുന്നവർ, അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജികളും ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ. എന്നാൽ യാസീൻ എന്ന വ്യക്തി ഈ രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ആളായിരുന്നു. എന്നാൽ ഷമീറും ഷെഫീഖും നേരെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു. അങ്ങനെ അവർ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്താണ് ഒരു മൂലയിൽ, ആ വെള്ളം ചാടുന്നതിൻ്റെ ഏകദേശം ഒരു മൂലയിലായിട്ട് ഒരു വലിയ ഗുഹ പോലെ എന്തോ ഒന്ന് ദൂരെ നിന്ന് ഷമീർ കണ്ടത്. ഷമീർ അത് കണ്ട ഉടനെ തന്നെ ഷെഫീഖിനെയും യാസീനെയും വിളിച്ച് കാണിച്ചു കൊടുത്തു. നോക്കടാ, അവിടെ ഒരു വലിയ ഗുഹയുണ്ട്, ആ വെള്ളച്ചാട്ടത്തിന്റെ താഴെ കൂടെയാണ് അങ്ങോട്ടേക്കുള്ള വഴി എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഷമീർ അവിടെ നിന്ന് ആ വെള്ളച്ചാട്ടം ആ വഴിയിലേക്ക് നടക്കാനായി തുടങ്ങി. ആ സമയത്ത് യാസീൻ പറയുന്നുണ്ട്, പോവണ്ട, അങ്ങോട്ടേക്കൊന്നും പോവണ്ട, ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ മതി എന്നൊക്കെ. ആ സമയത്ത് ഷമീർ പറഞ്ഞു, അങ്ങോട്ടേക്ക് പോയി നോക്കാം, ചിലപ്പോൾ ആ വെള്ളച്ചാട്ടത്തിനടിയിലെ ഗുഹയിൽ വല്ല നിധിയോ മറ്റോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് അവൻ തമാശയ്ക്ക് പറഞ്ഞു. അങ്ങനെ ഷമീറും ഷെഫീഖും കൂടെ ആ വെള്ളച്ചാട്ടത്തിനരികിലൂടെ അങ്ങോട്ടേക്ക് നടക്കാനായി തീരുമാനിച്ചു. എന്നാൽ കാൽമുട്ടോളം വെള്ളമുണ്ട് ആ ഭാഗത്തൊക്കെ. എന്നാൽ യാസീന് ഒറ്റയ്ക്ക് നിൽക്കാൻ അവിടെ ഭയമായതുകൊണ്ട് അവരെ പിന്തുടരുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് യാസീനും അവരുടെ പുറകെ പിന്തുടരാൻ തീരുമാനിച്ചത്. അങ്ങനെ അവർ ആ വെള്ളച്ചാട്ടത്തിനരികിലെ ആ വലിയ വഴിയുടെ അടുത്തേക്കെത്തി. അങ്ങനെ ആ വഴിക്കടുത്തെത്തിയ സമയത്താണ് അവർ അതിനുള്ളിലൂടെ നോക്കുന്ന സമയത്ത് ആ ഗുഹയ്ക്കുള്ളിൽ ഒരു വള്ളിപ്പടർപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു ഊഞ്ഞാല കണ്ടത്. എന്നാൽ അത് പ്രകൃതി സ്വയം നിർമ്മിതമായിട്ടുള്ള ഒരു ഊഞ്ഞാലയായിരുന്നില്ല. അത് ആരോ നിർമ്മിച്ചതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു നിർമ്മിതിയായിരുന്നു. എന്നാൽ അതായിരുന്നില്ല അവർ കണ്ട വിചിത്രമായിട്ടുള്ള കാഴ്ച. ആ ഊഞ്ഞാലിൽ ഒരു പാവയെ കെട്ടിയിരിക്കുന്നു. എന്നാൽ ആ പാവയെ കണ്ടാൽ എന്തോ ഒരു വസ്തു കൊണ്ട് നിർമ്മിച്ചതുപോലെയുണ്ട്. അതിന്മേൽ എന്തൊക്കെയോ ചിഹ്നങ്ങൾ, വിചിത്രമായിട്ടുള്ള എഴുത്തുകളൊക്കെ അതിന്മേൽ അവർ കാണുകയും ചെയ്തു. എന്നാൽ അടുത്തേക്ക് പോയിട്ട് ഷമീർ അതിനെ മെല്ലെ ഒന്ന് തൊട്ടു. ഷമീർ അത് തൊട്ടു നോക്കുമ്പോൾ അത് ഭയങ്കര കടുപ്പമുള്ള ഒരു വസ്തുവായിട്ട് തോന്നി. അങ്ങനെ ഷമീർ പറഞ്ഞു, ഇതൊരു മരപ്പാവയാണല്ലോ, ഇതിനെ ആരാണ് ഈ ഊഞ്ഞാലിൽ കെട്ടിയത് എന്ന്. എന്നാൽ ഷമീർ അതിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇത് നല്ല ഭംഗിയുള്ള ഒരു പാവയാണ്, ഇത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് അവിടെ മൊത്തം അന്തരീക്ഷം മാറി. അവിടെ നിന്ന് മുകളിൽ നിന്ന് പതിക്കുന്ന ആ വെള്ളച്ചാട്ടം, വളരെയധികം ശബ്ദമുണ്ടാക്കുന്ന ആ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം പെട്ടെന്ന് നിലച്ചു. ആ ഭാഗം മുഴുവൻ കുറച്ചുകൂടി ഇരുട്ടായി. ഇടിവെട്ടുന്നത് പോലെ തോന്നി. ഒരു വലിയ മഴയും പേമാരിയും ആ ഭാഗത്ത് അടിക്കാനായി തുടങ്ങി. ഈ സമയത്താണ് പെട്ടെന്ന് യാസീൻ പറഞ്ഞത്, നമ്മൾ തെറ്റായിട്ടുള്ള എന്തോ ആണ് തൊട്ടിരിക്കുന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്ന സമയത്ത് ഷമീർ പറഞ്ഞു, ഏയ് കാടല്ലേ, മഴയൊക്കെ പെയ്യുന്നത്. എന്നാൽ പെട്ടെന്നാണ് ഷമീർ ആ മരപ്പാവയിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത്. ആ സമയത്ത് ആ മരപ്പാവയുടെ കണ്ണിൽ നിന്നും അതുപോലെ അതിൻ്റെ തുന്നിക്കൂട്ടിയ വായിൽ നിന്നും
ഒരു കറുത്ത ദ്രാവകം അങ്ങോട്ടേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ആ കറുത്ത ദ്രാവകത്തിന് ഒരു വല്ലാത്ത ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഇതുകൂടി കണ്ടതോടെ ഷമീർ ഉടനെ തൻ്റെ കയ്യിലെ ആ മരപ്പാവ അവിടെ താഴെയിട്ടു. അത് നേരെ ചെന്ന് വീണത് അവിടെ വെള്ളത്തിലേക്കായിരുന്നു. ഉടനെ തന്നെ ഷമീറും യാസീനും ഷെഫീഖും അവിടെ നിന്ന് വളരെ ധൃതിയോട് കൂടിയിട്ട് അവിടെ നിന്ന് ഓടാനായി തീരുമാനിച്ചു. പെട്ടെന്ന് അവർ അവിടെ നിന്നും ഓടി ഓടി ഏകദേശം അവിടെ ചെക്ക് പോസ്റ്റിന്റെ അവർ ബൈക്ക് പാർക്ക് ചെയ്ത അവിടെ എത്തി. എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ബൈക്ക് എടുത്ത് അവർ മെയിൻ റോഡിലേക്ക് എത്തി. മെയിൻ റോഡിലേക്ക് എത്തിയ സമയത്താണ് അതുവഴി പോകുന്ന 2 പേരിൽ ഒരാളെ ഷമീർ പിടിച്ചു നിർത്തിയിട്ട് കരിങ്കല്ലൻ വെള്ളച്ചാട്ടത്തിന്റെ ആ ഭാഗത്ത് വെച്ച് അവർക്കുണ്ടായ ഈ അനുഭവം അവരോട് വിവരിക്കുന്നത്. ഈ കാര്യം അദ്ദേഹത്തോട് വിവരിച്ച സമയത്താണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ചെയ്തത്. ഈ പ്രദേശത്തുള്ളവരും അതുപോലെ ആദിവാസി സമൂഹത്തിലുള്ള ആരും തന്നെ ആ കരിങ്കല്ലൻ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാറില്ല. അത് റെസ്ട്രിക്റ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ അങ്ങോട്ടേക്ക് പോയത് എന്ന്. നിങ്ങൾ പോയി എന്ന് പറയപ്പെടുന്ന വെള്ളച്ചാട്ടത്തിനടിയിലെ ആ ഗുഹയിലാണ് പണ്ട് ദുരൂഹമായി മരണപ്പെട്ട ഒരു ആദിവാസി യുവാവിൻ്റെ ശരീരത്തിലെ പ്രേതത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഈ ഭാഗത്തും ഇവിടുത്തെ ആദിവാസി പ്രദേശങ്ങളിലുമെല്ലാം ഭീതി പരത്തിയ ഒരു പൈശാചിക ശക്തിയായിരുന്നു ആ ആദിവാസി യുവാവിൻ്റേത്. എങ്ങനെയാണ് മരണമെന്ന വ്യക്തമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആ ആദിവാസി യുവാവിൻ്റെ ശരീരം ആ കരിങ്കല്ലൻ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ലഭിക്കുന്നത്. എന്നാൽ അവൻ്റെ പ്രേതാത്മാവ് മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ തുടങ്ങിയതോടെ കാടിനകത്ത് തന്നെയുള്ള ഒരു വലിയ മാന്ത്രികൻ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒരു ഊഞ്ഞാലിലായിരുന്നു എന്തൊക്കെയോ പ്രത്യേകതരം വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് ആ പ്രതിമയിലേക്ക് ഇയാളുടെ ശരീരത്തിൻ്റെ പ്രേതാത്മാവിനെ ആവാഹിച്ച് തളച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ തൊട്ടു എന്ന് പറയുമ്പോൾ ആ ആത്മാവ് പുനർജനിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ ആ ആത്മാവിൻ്റെ പ്രസൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്ന് ആ വ്യക്തി പറഞ്ഞു. ഇതുകൂടി കേട്ടതോടെ ഷമീറിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. ആ സമയം മുതൽ ഷമീറിന് എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ടാകുന്നത് പോലെ തോന്നി. എങ്കിലും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താമെന്ന് കരുതി അവർ 3 പേരും വീട്ടിലേക്ക് പോയി. അങ്ങനെ ഷമീറിനെ വീട്ടിലാക്കിയിട്ട് ഷെഫീഖും യാസീനും അവിടെ നിന്നും പോയി. എന്നാൽ അന്നത്തെ രാത്രി ഏകദേശം 9 മണി കഴിയുന്ന സമയത്ത് ഷമീറിനെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ വന്ന ഉമ്മ അവനെ തൊട്ടു നോക്കുന്ന സമയത്ത് അവന് തീ പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. അവന് നല്ല പനിയുണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരുടെയും രക്ഷിതാക്കൾ പറയുന്നത് പോലെ തന്നെ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നടക്കും, മഴയൊക്കെ കൊണ്ട് വീട്ടിൽ വന്ന് പനി പിടിച്ച് കിടക്കും. എന്തിനാണ് മോനെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ പോയി പല അസുഖവും വരുത്തി തീർക്കുന്നത് എന്ന് അവൻ്റെ ഉമ്മ അവനെ ശകാരിക്കുകയും ചെയ്തു. എന്നിട്ട് ഇനി കട്ടിയുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞ് അവന് കഴിക്കാനായിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്ത് അവൻ്റെ ഉമ്മ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ അവൻ മൂടി പുതച്ച് കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ്റെ റൂമിൻ്റെ ജനവാതിലിൻ്റെ ഡോറിൽ ആരോ നഖം കൊണ്ട് പോറുന്നത് പോലെ അവന് തോന്നിയത്. ഉടനെ അവൻ കണ്ണു തുറന്ന് അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഒരു വലിയ കൈ ആ ജനവാതിലിന്റെ ചില്ലിന്റെ ഭാഗത്ത് വന്ന് നിൽക്കുന്നത് പോലെ അവന് തോന്നി. എന്നാൽ പെട്ടെന്ന് അവൻ വീണ്ടും ഒന്നും കൂടി അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ആ കൈ അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. പിന്നീട് അവന് ശബ്ദം വരാൻ തുടങ്ങിയത് അവന്റെ കട്ടിലിനടിയിൽ നിന്നായിരുന്നു. കട്ടിലിനടിയിൽ നിന്ന് ആരോ അവനെ തട്ടുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ബലവും ഒരു ശബ്ദവും അവന് കേൾക്കാൻ തുടങ്ങി. അവൻ്റെ ഒരു ബോക്സ് ടൈപ്പ് കട്ടിലായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ എന്തൊരു ജീവിക്കാണെങ്കിലും കൂടി അതിനകത്തേക്ക് കയറാൻ സാധ്യമായിരുന്നില്ല. പിന്നെ ആരാണ് ശബ്ദമുണ്ടാക്കുന്നത് എന്ന് അവൻ ആലോചിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ ഉറക്കെ അവൻ്റെ ഉമ്മയെ വിളിച്ചു. ഉമ്മ ആ റൂമിലേക്ക് വന്നതോടെ അവിടെ ആ ശബ്ദം നിലച്ചു. അവൻ വളരെ കഷ്ടപ്പെട്ട് അന്നത്തെ രാത്രി നേരം വെളുപ്പിച്ചു. എന്നാൽ അടുത്ത ദിവസവും രാത്രി ഇത് തന്നെയായിരുന്നു അവസ്ഥ. അന്ന് രാത്രി പെട്ടെന്നാണ് അവൻ്റെ വീടിൻ്റെ ഉത്തരത്തിൽ നിന്നും എന്തോ ഒരു വസ്തു താഴേക്ക് വീഴുന്നത് കണ്ടത്. എന്നാൽ എന്താണ് ആ വസ്തു എന്ന് അവന് മനസ്സിലായില്ല. പെട്ടെന്ന് അവൻ്റെ കയ്യിലെ മൊബൈൽ ഫോൺ എടുത്ത് ഫ്ലാഷ് അടിച്ച് നോക്കുന്ന സമയത്ത് അവനന്ന് ആ കരിങ്കല്ലൻ വെള്ളച്ചാട്ടത്തിൽ കണ്ട അതേ മരപ്പാവ ഒരു മൂലയിൽ ഇരുന്ന് അവനെ നോക്കി ചിരിക്കുന്നു. അതിൻ്റെ കണ്ണിൽ നിന്നും വായിൽ നിന്നും അന്ന് വന്ന അതേ തരത്തിലുള്ള ഒരു ദുർഗന്ധം വമിക്കുന്ന ഒരു കറുത്ത ദ്രാവകം വന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവൻ ആർത്ത് നിലവിളിച്ചു. അവൻ്റെ ഉമ്മയും റൂമിലേക്ക് വന്നു. എന്നാൽ അവർ വന്നപ്പോൾ അവൻ ഒരു മൂലയിലേക്ക് കൈ ചൂണ്ടി പാവാ പാവാ എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു. അങ്ങോട്ടേക്ക് അവൻ്റെ ഉപ്പയും ഉമ്മയും നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല.
എന്നാൽ പേടിക്കേണ്ട, നീ കിടന്നോ, ഞാനും ഉപ്പയും നിന്റെ അടുത്ത് തന്നെ കിടക്കാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവനെ സമാധാനിപ്പിച്ചിട്ട് അവരുടെ കൂടെ കിടന്നു. എന്നാൽ അവൻ മലർന്നു കിടക്കുന്ന സമയത്ത് അവൻ വീണ്ടും ഉത്തരത്തിൽ എന്തൊക്കെയോ ശബ്ദം കേട്ട് ഉത്തരത്തിലേക്ക് നോക്കുമ്പോഴായിരുന്നു ഒരു ഭീകര സത്വം. ആ ഭീകര സത്വത്തിന്റെ ആ മുഖത്തിന്റെ അത്രയും ഭീകരത ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്കും ഭയാനകമായിട്ടുള്ള ഒരു രൂപം, മുഖമൊക്കെ എന്തൊക്കെയോ വികൃതമായ മരം കൊണ്ടോ അല്ലെങ്കിൽ വല്ല ചെളി കൊണ്ടോ നിർമ്മിച്ച ഒരു ആകൃതിയുമില്ലാത്ത ഒരു വല്ലാത്ത തരം വിചിത്രമായ രൂപം അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ഉടനെ തന്നെ ഉത്തരത്തിൽ നിന്നും അവന്റെ നെഞ്ചിലേക്ക് ആ വസ്തു ഊർന്നിറങ്ങി. അവനെ ആർത്ത് നിലവിളിക്കാനും അതുപോലെ ചുട്ടുപൊള്ളുന്ന അവന്റെ ശരീരം ഉടനെ തന്നെ ഐസ് പോലെ മരവിക്കാനും അവന് ശ്വാസമെടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി. പെട്ടെന്നാണ് അവൻ ആർത്ത് നിലവിളിക്കാനായി തുടങ്ങിയത്. ആ സമയത്ത് അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ എന്തൊക്കെയോ പറയുന്ന കൂട്ടത്തിലാണ് അവൻ കരിങ്കലൻ കോറിയിലെ മരപ്പാവയെ പറ്റിയും അതുപോലെ ഊഞ്ഞാലിനെ പറ്റിയും ഒക്കെ പിറുപിറുക്കുന്നത് അവന്റെ ഉപ്പ കേട്ടത്. ആ സമയത്ത് അവന്റെ ഉപ്പയ്ക്ക് ഇത് മനസ്സിലായി. അവന്റെ ഉപ്പ ഉമ്മയോട് പറഞ്ഞു, ഇതെന്തോ പേടിയിൽപ്പെട്ടതാണ്, ഞാൻ പള്ളിയിൽ പോയിട്ട് നമ്മുടെ ഉസ്താദിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, അദ്ദേഹം വന്ന് എന്തെങ്കിലും മന്ത്രം ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും എന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ ഉപ്പ അടുത്തുണ്ടായിരുന്ന ഒരു വലിയ പള്ളിയിലെ പുരോഹിതനെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ അവന്റെ ഉപ്പയും ആ പുരോഹിതനും കണ്ട കാഴ്ച വായുവിൽ ഉയർന്നു പൊങ്ങുന്ന ഷമീറിന്റെ ശരീരമായിരുന്നു. ഇത് കണ്ട് പേടിച്ച് ഒരു ഭാഗത്ത് മാറി നിൽക്കുന്ന ഷമീറിന്റെ ഉമ്മയും. അങ്ങനെയാണ് അവിടുത്തെ ആ പുരോഹിതൻ അവിടെ റുക്കിയ ചെയ്യാൻ തീരുമാനിച്ചത്. റുക്കിയ എന്നത് അറബിക്കിലെ ഒരു മാന്ത്രികം പോലത്തെ ഒരു വാക്കാണ്. അങ്ങനെ അവിടെ ആ മാന്ത്രികം ചെയ്യാനായിട്ട് തുടങ്ങി. ഖുർആനിലെ പല പല സൂറത്തുകളും ഉറക്കി ഉറക്കി വായിക്കാനായിട്ട് തുടങ്ങി. വായിക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ നിന്നും എന്തോ ഒരു വസ്തു അവനിൽ നിന്നും പുറത്തേക്ക് വരാനും അതുപോലെ നിലവിളിക്കുന്നതുമായിട്ട് അവന് തോന്നി. ആ പുരോഹിതനെ അസഭ്യമായ ഭാഷയിൽ ഏതോ ഒരു ആദിവാസി സമൂഹത്തിലെ പ്രത്യേകതരം ഭാഷയിലൊക്കെ അവൻ അശ്ലീലമായിട്ട് വിളിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ആ മന്ത്രങ്ങളുടെ ശക്തി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആ ആത്മാവ് തൻ്റെ കഥ പറഞ്ഞു. അവനെ ദുരൂഹമായിട്ട് മരണപ്പെട്ടതും അവനെ ആരോ കൊല ചെയ്ത് ആ കരിങ്കല്ലൻ വെള്ളച്ചാട്ടത്തിൽ ഒളിപ്പിച്ച് അവന്റെ ശരീരം ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെയുള്ള കഥ പറയാൻ തുടങ്ങി. എന്നാൽ ഈ ശരീരത്തിൽ തുടരാൻ ഞാൻ അനുവദിക്കില്ല എന്ന പുരോഹിതന്റെ വാക്കിന് പറഞ്ഞു. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട, എന്നെ ഒരുപാട് കാലത്തിന് ശേഷം മോചിപ്പിച്ച ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെയാണ് ഞാൻ ഇനി ലോകം കാണാൻ പോകുന്നത്. ഇദ്ദേഹമാണ് വർഷങ്ങൾക്ക് ശേഷം എന്നെ തൊട്ടത് എന്ന് ഉറക്കെ ഉറക്കെ ആ ഭീകരമായിട്ടുള്ള പിശാച് അവന്റെ ശരീരത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞു. എന്നാൽ തൊട്ടബന്ധം ഞാൻ ഇവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് ഖുർആനിലെ കഠിനമായിട്ടുള്ള ചില സൂറത്തുകളും ആയത്തുകളും വായിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ശക്തി കൊണ്ട് ആ ആത്മാവിന് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ മരപ്പാവയിലേക്ക് ആ ശരീരത്തിൽ നിന്നും ആ ആത്മാവിനെ അദ്ദേഹം അതിനകത്തേക്ക് ആവാഹിച്ച് തളച്ചു. അവന്റെ ശരീരത്തിൽ നിന്നും കറുത്ത ഒരു പുക പോലെയും കറുത്ത ഒരു ദ്രാവകം പോലെയും എന്തോ ഒരു ദുർഗന്ധം വമിക്കുന്ന വസ്തു അവന്റെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങിയിട്ട് തറയിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് ആ മരപ്പാവയിലേക്ക് എന്നേക്കുമായിട്ട് ആവാഹിക്കപ്പെട്ടു. ഉടനെ തന്നെ അദ്ദേഹം ആ മരപ്പാവയെ എടുത്ത് ഒരു വാഴയിലയിൽ പൊതിഞ്ഞു. അതിനു മുകളിൽ ചില ചെമ്പതകിടും അതുപോലെ അതിൽ ചില ചിഹ്നങ്ങളും ഒക്കെ എഴുതിയിട്ട് ഒരു പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ് കുറച്ചകലെ ഉണ്ടായിരുന്ന ഒരു നീരൊഴുക്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ഷമീറിന് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത ദിവസം ഷമീർ ഉണർന്നത് ഒരു പുതിയ ആളായിട്ടായിരുന്നു. എന്നാൽ ഷമീർ ഇന്നും ഓർക്കുന്നുണ്ട് ആ കരിങ്കല്ലൻ വെള്ളച്ചാട്ടത്തിലേക്ക് പോയതും അവിടെ നിന്നും ആ മരപ്പാവയെ തൊട്ടതും പിന്നീട് അവന് അനുഭവിച്ച ആ 3 രാത്രികളുടെ നരകയാതനയുടെ കണക്കുകളുമെല്ലാം. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.